സംസ്ഥാനം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി പോളിംഗ് ദിനമായ ഏപ്രിൽ 9 കേരളത്തിലെ CPM സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അന്ന് രാഷ്ട്രീയം ശ്രദ്ധിച്ച ആളുകൾക്കെല്ലാം അക്കാര്യം ഓർമ്മയുണ്ടാകും. CPMന്റെ കേരളത്തിലെ എക്കാലത്തെയും മികച്ച നേതാക്കന്മാരിൽ ഒരാളായ സഖാവ് VS അച്യുതാനന്ദൻ. അന്ന് VS അച്യുതാനന്ദന് സീറ്റ് ലഭിക്കില്ല എന്ന ഒരു ശ്രുതി പടർന്നു. VSന്റെ അനുകൂലികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരുവിലിറങ്ങി. VSന് വേണ്ടി കേരളത്തിലെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എമ്പാടും പ്രകടനം നടക്കുന്ന സാഹചര്യം. ഒടുവിൽ അണികളുടെ പ്രതിഷേധത്തിന് വഴങ്ങി CPM നേതൃത്വത്തിന് മുട്ടുമടക്കേണ്ടി വരികയും VS അച്യുതാനന്ദനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത സാഹചര്യം. അതിനേക്കാൾ അപ്പുറമുള്ള പൊട്ടിത്തെറിയാണ് ഇന്ന് CPMനും ഇടതു പാർട്ടികളിലും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലയളവുള്ള ഒരു ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. CPMന്റെ മുതിർന്ന നേതാവ് ദേവികുളത്തിന്റെ മുൻ MLA രാജേന്ദ്രൻ പാർട്ടി വിട്ട BJP പാളയത്തിലേക്ക് പോയി അഭയം പ്രാപിച്ച് അവിടെ ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. തൊട്ടുപുറത്ത് വൈക്കം നിയോജക മണ്ഡലത്തിൽ CPIയുടെ ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്ന അജിത്ത് പാർട്ടി വിട്ട് BJP ക്യാമ്പിലേക്ക് പോയിരിക്കുന്നു. തൃശൂർ ജില്ലയിലെ നാട്ടിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരിക്കുന്ന നിലവിലെ MLA ആയ മുകുന്ദൻ പാർട്ടി വിട്ട BJP ക്യാമ്പിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. കൊട്ടാരക്കരയിൽ CPMന്റെ MLA ആയ കൊട്ടാരക്കരയിൽ CPMന്റെ എതിർസ്വരമില്ലാത്ത നേതാവായിരുന്ന കൊല്ലം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന ഐഷ പോറ്റി CPMനോട് വിട പറഞ്ഞ കോൺഗ്രസ് ക്യാമ്പിൽ എത്തി അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. മറ്റൊന്ന് VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ്. അദ്ദേഹം CPMന്റെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്ത മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ജനവിധി തേടുകയാണ്. മറ്റൊരാൾ VP കുഞ്ഞികൃഷ്ണൻ. പയ്യന്നൂരിലെ CPMന്റെ അകത്തളങ്ങളിലെ രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട CPMന്റെ അകത്തളങ്ങളിലെ പാർട്ടി പ്രശ്നങ്ങളും പാർട്ടിയിലെ പോരും കേരളത്തിലെ പൊതുസമൂഹത്തോട് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ അഭിമുഖത്തിൽ വിളിച്ചു പറയുകയും പിന്നീട് വാർത്താ സമ്മേളനം നടത്തി പയ്യന്നൂരിൽ CPMനെ വെല്ലുവിളിച്ച നേതാവ് ഇത്തവണ അവിടെ സ്വതന്ത്രനായി ജനവിധി തേടുകയാണ്. ഒരുപക്ഷെ ഐക്യ ജനാധിപത്യ മുന്നണി കൂടി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചേക്കും. മറ്റൊരാൾ തളിപ്പറമ്പിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CPMന്റെ മുതിർന്ന നേതാവ് അദ്ദേഹം TK ഗോവിന്ദൻ. അദ്ദേഹം പാർട്ടിയെ വെല്ലുവിളിച്ച് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുകയാണ്. പാർട്ടി CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയ്ക്ക് സീറ്റ് നൽകിയതിനെതിരെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം. അതുമാത്രമല്ല, ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ശരി, പാർട്ടി പറഞ്ഞത് തെറ്റാണെന്ന് അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. PK ശ്യാമള ഇപ്പോൾ തളിപ്പറമ്പിൽ CPM നിയോഗിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആന്തൂർ നഗരസഭ അധ്യക്ഷയായിരിക്കുന്ന കാലത്താണ് സാജൻ എന്ന് പറയുന്ന ഒരു യുവ വ്യവസായി ആത്മഹത്യ ചെയ്യുന്നത്. സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്ന് തന്നെ ആരോപണത്തിന്റെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ശ്യാമളയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും പാർട്ടിയുടെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന തളിപ്പറമ്പിലും പയ്യന്നൂരിലും അടക്കം പാർട്ടി സഖാക്കന്മാർ, പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളിൽ പ്രവർത്തിച്ച ആളുകൾ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരായിരുന്ന ആളുകൾ CPMനെ വെല്ലുവിളിച്ച പുറത്തേക്ക് വരുന്ന കാഴ്ച കേരളം കാണുകയാണ്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 10 വർഷത്തെ ഭരണത്തിന്റെ ഫലം ജനങ്ങളുടെ മുന്നിൽ വെച്ച തുടർഭരണത്തിന് കോപ്പുകൂട്ടുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് MLA മാരായിരുന്നവർ BJP പാളയത്തിൽ അഭയം തേടുന്ന കാഴ്ച CPMനെ ചെറുതല്ലമല്ല അലോസരപ്പെടുത്തുന്നത്. ദേവികുളത്തെ രാജേന്ദ്രൻ അടക്കമുള്ളവരുടെ BJP പ്രവേശനം പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന കൃത്യമായ ബോധ്യം CPMനുണ്ട്. എന്തായാലും CPM സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു ഭയവും ആശങ്കയുമാണ് CPMനെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്.